ക്ലാസി സ്റ്റുഡൻസ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 4ാമത്തെ യൂണിറ്റ് സ്പെൻഡ് കെയർഫുള്ളി, കരുതലോടെ ചെലവിടാം. ഈ പാഠഭാഗത്തിന്റെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ അകത്ത് വിലയിരുത്താം എന്നുള്ള ലെറ്റസ് എന്നുള്ള ഭാഗവും ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്യാത്ത 2 ഭാഗമുണ്ട്. ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ടുള്ളത്, അതായത് ഫാമിലി ബഡ്ജറ്റും ഒരു ആക്ടിവിറ്റി ബഡ്ജറ്റും പ്രവർത്തന ബഡ്ജറ്റും. ഇത് രണ്ടിൻ്റെ മോഡൽ നമ്മുടെ ടെക്സ്റ്റിൽ അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അത് തയ്യാറാക്കിയിട്ടില്ല. ബാക്കി മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? ബുക്കും പേന എല്ലാവരും എടുത്തു വെച്ചോ. എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നിങ്ങൾ എഴുതിയെടുക്കണം. എങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മുഴുവൻ A+ തന്നെ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഇപ്പം മുന്നുള്ള വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഓക്കെ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ക്ലാരിഫൈ ദ ഇൻകം ആൻഡ് സോഴ്സസ് ഓഫ് ഇൻകം. എന്താണ്? വരുമാനവും വരുമാന സ്രോതസ്സും ഇവ എന്തെന്ന് വ്യക്തമാക്കാനാണ്. അപ്പോൾ വരുമാന സ്രോതസ്സും വരുമാനത്തിൻ്റെ ഉറവിടവും തമ്മിൽ വ്യത്യാസമുണ്ട്. വരുമാനം എന്ന് പറയുന്നതും സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നതും അങ്ങനെയായിരിക്കും. കുറച്ച് കൊടുത്തിട്ട് കുറച്ച് വേർഡ്സ് ഇങ്ങനെ കാര്യങ്ങൾ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് സോഴ്സസ് ഓഫ് ഇൻകം ഏതാണെന്ന് ചോദിക്കും, ഇൻകം ഏതാണെന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ വരുമാനം എന്തെന്നും സോഴ്സസ് ഓഫ് ഇൻകം എന്തെന്നും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ക്ലാരിഫൈ ദ ഇൻകം ആൻഡ് സോഴ്സസ് ഓഫ് ഇൻകം. വരുമാന സ്രോതസ് ഇവ എന്തെന്ന് വ്യക്തമാക്കുക. എന്താണ് ആൻസർ? റിവാർഡ് ജനറേറ്റിംഗ് വെഞ്ചേഴ്സ് ഓർ അസറ്റ്സ് ക്യാൻ ബി ടേംഡ് ആസ് സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്, സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ബിസിനസ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻകം ആൻഡ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ബിസിനസ് ഈസ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഴ്സസ് ഓഫ് ഇൻകം, ഉറവിടം, വരുമാന ഉറവിടം എന്ന് പറയുന്നത് ഏതാണ്? ബിസിനസ്സാണ്. അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ലാഭമാണ് ഇൻകം. അതുപോലെ തന്നെ വേറൊന്ന് സോഴ്സസ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് ഇൻകം ആണ്. അതിൻ്റെ ഇൻകം എന്ന് പറയുന്നത് സാലറിയാണ്. ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നതാണ് സോഴ്സസ് ഓഫ് ഇൻകം. അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന റെൻ്റാണ് ഇൻകം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിവാർഡ് ജനറേറ്റിംഗ് വെഞ്ചേഴ്സ് ഓർ അസറ്റ്സ് ക്യാൻ ബി ടേംഡ് ആസ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ അതാണ്, അതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം ഫോർ ഫാമിലീസ്? കുടുംബങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന വിവിധ വരുമാന സ്രോതസ്സുകൾ ഏവ? ഇതായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്, ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കണം, വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? ഗവൺമെൻറ് സർവീസ്, സർക്കാർ ജോലി, ബിസിനസ്, കച്ചവടം, ബാങ്ക് ഡെപ്പോസിറ്റ്, ബാങ്ക് നിക്ഷേപം, കൺസ്ട്രക്ഷൻ വർക്ക്, നിർമ്മാണ ജോലി, മഹിളാ പ്രധാന ഏജൻറ്റ് ഉള്ളത്, അഗ്രികൾച്ചർ, കൃഷി ചെയ്യുന്നവർ, ഇൻഡസ്ട്രി, വ്യവസായം, ലാൻഡ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്, ഭൂമി മറ്റുള്ള വസ്തുവകകളുമൊക്കെ, സർവീസസ്, സേവനങ്ങൾ, ഇവയൊക്കെ എന്താണ്? സോഴ്സസ് ഓഫ് ഇൻകം ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം, സോഴ്സസ് ഓഫ് ഇൻകം ഏതാണെന്നുള്ളത്. ഇൻകം അല്ല, സോഴ്സസ് ഓഫ് ഇൻകത്തിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വരുമാന ഉറവിടങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ ഒറ്റയടിക്കാൻ പറയാം, ഗവൺമെൻറ് സർവീസ് ഒരു സോഴ്സസ് ഓഫ് ഇൻകം ആണെങ്കിൽ അതിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഏതാണ്? സാലറിയാണ്. ബിസിനസ് ഒരു സോഴ്സസ് ഓഫ് ഇൻകം ആണെങ്കിൽ അതിൻ്റെ വരുമാനം, ഇൻകം എന്ന് പറയുന്നത് ഏതാണ്? പ്രോഫിറ്റ്, ലാഭമാണ്. ബാങ്ക് ഡെപ്പോസിറ്റ് ഒരു സോഴ്സസ് ഓഫ് ഇൻകം, വരുമാന ഉറവിടമാണെങ്കിൽ അതിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഏതാണ്? ഇൻട്രസ്റ്റ്, പലിശയാണ്. കൺസ്ട്രക്ഷൻ വർക്ക്, നിർമ്മാണ ജോലി, അതൊരു സോഴ്സസ് ഓഫ് ഇൻകം ആണ് എങ്കിൽ അതിൻ്റെ ഇൻകം എന്ന് പറയുന്നത്, വരുമാനം എന്ന് പറയുന്നത് ഏതാണ്? വേജ്, കൂലിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തരംതിരിച്ച് കൃത്യമായിട്ട് തന്നെ സോഴ്സസ് ഓഫ് ഇൻകവും ഏതാണെന്ന് നിങ്ങൾ പഠിക്കുക. അത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ,
തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ത്രിഫ്റ്റ്? എന്താണ് മിതവ്യയശീലം? എന്താണ്? ത്രിഫ്റ്റ് ഈസ് ദ ഹാബിറ്റ് ഓഫ് സ്പെൻഡിങ് അവർ ഇൻകം എഫക്റ്റീവ്ലി ടു മീറ്റ് അവർ ഡിസൈർഡ് റിക്വയർമെൻറ്റ്സ്. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യയം. എന്താണ്? ത്രിഫ്റ്റ് ഈസ് ദ ഹാബിറ്റ് ഓഫ് സ്പെൻഡിങ് അവർ ഇൻകം എഫക്റ്റീവ്ലി ടു മീറ്റ് അവർ ഡിസൈർഡ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യയശീലം. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്രിപ്പയറിംഗ് എ ഫാമിലി ബഡ്ജറ്റ്? കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം? ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്രിപ്പയറിംഗ് എ ഫാമിലി ബഡ്ജറ്റ്? എന്തൊക്കെയാണ് ഗുണങ്ങൾ? കോഓർഡിനേറ്റ് എക്സ്പെൻസസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻകം. വരവിനനുസരിച്ച് ചെലവ് ക്രമപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, റിക്വയർമെൻറ്റ്സ് ക്യാൻ ബി പ്രയോറിറ്റൈസ്ഡ് ആൻഡ് മെറ്റ് വിത്ത് അക്കോർഡിംഗ്ലി. മുൻഗണന നിശ്ചയിച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. ദ നീഡ് ഫോർ ത്രിഫ്റ്റ് ആൻഡ് സേവിങ് ക്യാൻ ബി റിയലൈസ്ഡ്. സമ്പാദ്യശീലം, ത്രിഫ്റ്റ് മിതവ്യയശീലം, സേവിങ്സ് എന്ന സമ്പാദ്യശീലം എന്നിവയുടെ ആവശ്യകത തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഈ 3 പോയിൻറ്റും പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ പഠിക്കണം. മലയാളത്തിലും അതിൻ്റെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒരു കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കുന്നുണ്ടുള്ള ഗുണം എന്നുള്ളതിൻ്റെ ആ 3 പോയിൻ്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മലയാളം മീഡിയംകാർ അതിൻ്റെ നോട്ട്ബുക്കിലേക്ക് ഈ ഉത്തരം എഴുതുക. ഓക്കെ. 5th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആക്ടിവിറ്റി ബഡ്ജറ്റ്? എന്താണ് പ്രവർത്തന ബഡ്ജറ്റ്? എന്താണ്? എ ബഡ്ജറ്റ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ ആക്ടിവിറ്റി ഓർ എ പ്രോഗ്രാം ഈസ് കോൾഡ് ആക്ടിവിറ്റി ബഡ്ജറ്റ്. ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കാണ് പ്രവർത്തന ബഡ്ജറ്റ്. എന്താണ് പ്രവർത്തന ബഡ്ജറ്റ് എന്ന് സാധാരണ പരീക്ഷയ്ക്ക് വരാറില്ല, എങ്കിലും നിങ്ങളത് മനസ്സിലാക്കി വയ്ക്കുക. ഒരു പ്രവർത്തന ബഡ്ജറ്റ് തയ്യാറാക്കാൻ പറഞ്ഞുകൊണ്ട് പരീക്ഷയ്ക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു 1 വേർഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. എ ഫിനാൻഷ്യൽ ഇയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എന്ന് മുതൽ എന്ന് വരെയാണെന്നുള്ളതാണ്. എന്ന് മുതലാണ് ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിലെ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്, ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. ഇത് 1 വേർഡ് ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. 7th ക്വസ്റ്റ്യൻ, ഹൂ പ്രിപ്പയർസ് ആനുവൽ ബഡ്ജറ്റ്? വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ആരൊക്കെ? ഇത് 1 വേർഡ് ആയിട്ട് ചിലപ്പോൾ സാധ്യതയുണ്ട്. ആരാണ് ഈ വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്? ആരൊക്കെയാണ്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാക്കുന്നത് വാർഷിക ബഡ്ജറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the month in which the government usually presents the budget. ഗവൺമെൻറ് സാധാരണയായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഏതു മാസമാണ്? എല്ലാ വർഷവും അവർ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അപ്പോൾ ഏതു മാസമാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്? ഏതു മാസമാണ്? ഫെബ്രുവരി മാസത്തിലാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അടുത്തത് പ്രവർത്തന ബഡ്ജറ്റ്, ആക്ടിവിറ്റി ബഡ്ജറ്റിൻ്റെ ഒരു മോഡലാണ്. ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞായിരുന്നു ബഡ്ജറ്റിൻ്റെ ഒരു മോഡൽ ഞാൻ കൊടുത്തിട്ടില്ല എന്ന്. പക്ഷെ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികൾ വർക്ക് തന്ന പലർക്കകത്തും ഈ ആക്ടിവിറ്റി ബഡ്ജറ്റിൽ തെറ്റ് കണ്ടതുകൊണ്ടാണ് ഞാനൊരു മോഡൽ ഇട്ടാക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ആ ആക്ടിവിറ്റി ബഡ്ജറ്റിൻ്റെ ഒരു സ്റ്റഡി ടൂറിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു മോഡലാണ്. എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? പർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനങ്ങൾ. ഏതൊക്കെ ഇനങ്ങളാണ്? എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തുക. ഇനി അതിൻ്റെ അകത്ത് ഇൻകവും എക്സ്പെൻഡിച്ചറും ആ കളം കൊടുത്താക്കാൻ നോക്കുക. മെയിനായിട്ട് ഉള്ളത് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, ഇൻകവും എക്സ്പെൻഡിച്ചറും. ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം, എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ചിലവ്. വരുമാനത്തെ തന്നെ 2 കോളമായിട്ട് തരംതിരിച്ചിരിക്കുന്നു, പർട്ടിക്കുലേഴ്സും എമൗണ്ടും. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ, ചിലവിനെയും 2 കോളമായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ തുക, ദ എമൗണ്ട് കളക്റ്റഡ് ഫ്രം സ്റ്റുഡൻസ്, കുട്ടികളിൽ നിന്ന്, അതായത് 50 കുട്ടികളുണ്ട്, 50 കുട്ടികളിൽ നിന്ന് 600 രൂപ വീതം പിരിച്ചെടുത്തു. അപ്പോൾ എത്ര രൂപയായി അവിടെ?
30,000 രൂപയായി. ഇനി സ്കൂളിൽ നിന്ന് കുറച്ച് ഫണ്ട് എടുത്തു, അതെത്രയാണ്? 2,000. ക്ലബിൻ്റെ ഫണ്ട്. അങ്ങനെ എല്ലാം കൂടി സ്റ്റഡി ടൂറിന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വരവ് എന്ന് പറയുന്നത് 34,000, 34,000 രൂപയാണ്. ഇനി അതിൻ്റെ എക്സ്പെൻഡിച്ചർ, ചിലവ് എന്ന് പറയുന്നത് ബസ് ഫെയർ, അതായത് നമ്മൾ ടൂറിസ്റ്റ് ബസ്സൊക്കെയാണ് വിളിക്കുന്നതിൻ്റെ അതിൻ്റെ അകത്തൊരു ചിലവ് എന്ന് പറയുന്നത് 25,000. എക്സ്പെൻസ് ഫോർ ഫുഡ് ഒരു 5,000. പാസ്, ഞാൻ നാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എവിടെയെങ്കിലുമൊക്കെ ടൂറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് പാസ് എടുക്കേണ്ടി വരുന്നു. അതെത്രയാണ്? 2,500, 2,500 രൂപ. ഇനി വേറെ അല്ലറ ചിലർ എന്തെങ്കിലുമൊക്കെ ഉള്ള ചിലവ്, അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് കൊടുത്താക്കുന്ന 1,500 രൂപ. അങ്ങനെ മൊത്തം ചിലവ് എന്ന് പറയുന്നത് 34,000. ഞാൻ കണ്ട ബഡ്ജറ്റ് കണ്ടപ്പോൾ പിള്ളേരെന്ന് പറയുന്നത് കുട്ടികളിൽ നിന്ന് ആകെയുള്ള ഒരു പിരിവ് 2,000 രൂപയും ചിലവ് എന്ന് പറയുന്നത് ഒത്തിരി വലിയ തുകയും എന്നൊക്കെ കണ്ടിട്ടാണ് അങ്ങനെ ഒരു തെറ്റായ രീതിയിലാണ് പിള്ളേർ തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടത്. അപ്പം അതിൻ്റെ അകത്തുനിന്ന് തന്നെ മനസ്സിലാക്കുക, പ്രവർത്തന ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു വ്യത്യാസം വന്നാൽ തന്നെ നേരിയ വ്യത്യാസമേ വരികയുള്ളൂ. നമ്മൾ അതിന് മുൻകൂട്ടി കണ്ട് നമുക്ക് അതിനകത്ത് അന്വേഷിച്ചറിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഒരു ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇന്ന ചിലവുകൾ ഇന്ന കാര്യത്തിനുണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഈ മോഡലിലായിരിക്കണം ഒരു ആക്ടിവിറ്റി ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ തന്നെ ചെയ്യാനായിട്ടും ഒന്ന് ശ്രമിക്കുക, തന്നെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അത് മലയാളത്തിലും ഇംഗ്ലീഷിലെ പോലെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കുട്ടികൾ ഇതേ മോഡലിൽ തന്നെ തനിയെ ഒരു ആക്ടിവിറ്റി ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഇപ്പോൾ സ്റ്റഡി ടൂർ പോലെ തന്നെ വേറെ എന്ത് പ്രവർത്തനങ്ങളും ആയിക്കോട്ടെ, ഇനി അതല്ല സ്റ്റഡി ടൂർ ആകട്ടെ, എന്താണ് നിങ്ങൾ തന്നെ ഒരു ആക്ടിവിറ്റി ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കണം. അടുത്തത് ഒരു ഫാമിലി ബഡ്ജറ്റിൻ്റെ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ഇതേ മോഡലിൽ നിങ്ങളുടെ വീട്ടിലെ കുടുംബ ചെലവുകളുടെ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കണം. അത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന അതേ മോഡൽ തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ ഫോട്ടോ എടുത്തിട്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ, ഇതാണ് ഒരു ഫാമിലി ബഡ്ജറ്റ്, ഇതുപോലെ തന്നെ തനിയെ ഒരു ഫാമിലി ബഡ്ജറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരുന്നത്. അടുത്തത് ലെറ്റസ് അസസ് എന്നുള്ളതാണ്, വിലയിരുത്താം എന്നുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഇത് നിർബന്ധമായിട്ടും പഠിക്കുക, മനസ്സിലാക്കുക. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് ഇൻകം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ വരുമാന സ്രോതസ്സിൽ പെടാത്തത് ഏത് എന്നാണ്. അവിടെ 3-4 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. വരുമാന സ്രോതസ്സിൽ പെടുന്നതല്ലാട്ടോ, പെടാത്തത്. ഗവൺമെൻറ് ജോബ് എന്ന് വെച്ചാൽ സർക്കാർ ജോലി, അഗ്രികൾച്ചറൽ ജോബ് കാർഷിക ജോലി, ഹൗസ് ഹോൾഡ് ജോലി എന്ന് വെച്ചാൽ വീട്ടമ്മയുടെ ജോലി, ഡോക്ടേഴ്സ് ജോബ് എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ ജോലി. അപ്പോൾ ഇതിൽ ഏതാണ്? ഹൗസ് ഹോൾഡ് അല്ലേ, വീട്ടമ്മയുടെ ജോലിയാണ് ഒരു വരുമാന സ്രോതസ്സിൽ പെടാത്തത്. കാരണം നമ്മൾക്ക് വീട്ടുപണി ചെയ്യുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇതുണ്ടോ, പൈസ തരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിന് നമുക്ക് വരുമാനം കിട്ടുന്നില്ല. അപ്പോൾ വരുമാനം കിട്ടാത്തത് ഏതാണ്? ഹൗസ് ഹോൾഡ് വർക്ക്, വീട്ടമ്മയുടെ ജോലി. ഓക്കെ, ലെറ്റസ് അസസിലെ അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ. അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇൻകം എന്നുള്ളതെടുത്ത് അവിടെ എഴുതാനുള്ളതാണ്, അത് വിട്ടുപോയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ അത് ഒരുമിച്ച് എഴുതി വെച്ചാക്കുന്നു. നിങ്ങളുടെ അതിൻ്റെ അകത്ത് സോഴ്സസ് ഓഫ് ഇൻകം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇൻകം എന്നുള്ളിടത്ത് എഴുതണം. അപ്പോൾ സോഴ്സസ് ഓഫ് ഇൻകം ഏതാണെന്നുള്ളത്, റോഡ് കൺസ്ട്രക്ഷനിൽ ഇൻകമായിട്ട് കിട്ടുന്നത് ഏതാണ്? റോഡ് നിർമ്മാണത്തിലെ ജോലിക്ക് ഏതാണ്? കൂലി, വേജാണ്. ബിസിനസ്സിനോ, കച്ചവടത്തിന് യെസ് വെരി ഗുഡ്, പ്രോഫിറ്റ്, ലാഭമാണ്. ഗവൺമെൻറ് സർവീസിനോ സാലറി, ശമ്പളമായിട്ട് സർക്കാർ ജോലിക്ക്. ബാങ്ക് നിക്ഷേപത്തിനോ പലിശ ഇനത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് തന്നെ ടേബിളായിട്ട് എഴുതി അത് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ അതിൻ്റെ ആൻസർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ നിങ്ങളുടെ അതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ദ ടേബിൾ എന്നുള്ളത്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രാക്ടീസിങ് ത്രിഫ്റ്റ് ഇൻ എ ഫാമിലി. ഒരു കുടുംബത്തിൻ്റെ ചെലവ് നിയന്ത്രിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്താണ്? ഒരു കുടുംബത്തിൽ ചെലവഴിക്കുന്നതിനെക്കുറിച്ച്, ഇമ്പോർട്ടൻസിനെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ് സംബന്ധിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുന്നുണ്ട്. വളരെ ഷോർട്ടായിട്ട് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. എക്സ്പെൻസസ് ഓഫ് ഫാമിലി മസ്റ്റ് ബി ലെസ് ദാൻ ദ ഇൻകം. എന്താണ്?
ഒരു കുടുംബത്തിൻ്റെ ചെലവ് എന്ന് പറയുന്നത് എപ്പോഴും വരുമാനത്തേക്കാൾ കുറവായിരിക്കണം. എക്സ്പെൻസസ് എക്സീഡിങ് ഇൻകം വിൽ ലീഡ് ടു എക്കണോമിക് ക്രൈസിസ് ഇൻ ദ ഫാമിലി എന്ന് പറഞ്ഞതാണ്. വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് ആയിട്ടുണ്ട് എങ്കിൽ എന്തിനു ഉണ്ടാവും? ഒരു കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഇടയാകും, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും. വെൻ എക്സ്പെൻസസ് ആർ ലെസ് ദാൻ ഇൻകം, എന്താണ്? എപ്പോഴാണോ ഇൻകത്തിനേക്കാളും ഉള്ളത് സമയത്ത് എന്താണ്? ദർ വിൽ ബി സർപ്ലസ്. എക്സ്പെൻസ് കുറവും ഇൻകം കൂടുകയും ചെയ്യുമ്പോൾ അവിടെ എന്താവും? സർപ്ലസ്, മിച്ചം വരികയാണ്. വി ക്യാൻ അറ്റെയിൻ എക്കണോമിക് സെക്യൂരിറ്റി ത്രൂ ബെറ്റർ മാനേജ്മെൻറ്റ്. എന്താണ്? കുടുംബ വരുമാനം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നത് വഴി നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ മലയാളത്തിൽ ഞാനത് കൃത്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട്. നിങ്ങളത് കൃത്യമായിട്ട് തന്നെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഓക്കെ. അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സജസ്റ്റ് 2 ways to ensure economic security എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള 2 മാർഗങ്ങൾ നിർദ്ദേശിക്കാനാണ്. എന്തൊക്കെയാണ്? ത്രിഫ്റ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ. മിതവ്യയശീലം ജീവിത രീതിയുടെ ഭാഗമാക്കുക. എക്സ്പെൻസസ് ഷുഡ് ബി ലെസ് ദാൻ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെലവ് വരുമാനത്തേക്കാൾ കുറയ്ക്കുക. ഈ 2 മാർഗങ്ങളാണ് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള മാർഗങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക, അതും നോട്ട്ബുക്കിലേക്ക് എഴുതുക. ലെറ്റസ് എസ്എസിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ. ത്രിഫ്റ്റ് ഷുഡ് ബിക്കം എ പാർട്ട് ഓഫ് ലൈഫ്. എലുസിഡേറ്റ് യുവർ ഒപ്പീനിയൻ. എന്താണ്? മിതവ്യയശീലം ജീവിത രീതിയുടെ ഭാഗമാക്കേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായം പറയാനാണ് പറഞ്ഞാക്കുന്നത്. ത്രിഫ്റ്റ് ഈസ് ദ ഹാബിറ്റ് ഓഫ് സ്പെൻഡിങ് അവർ ഇൻകം എഫക്റ്റീവ്ലി ടു മീറ്റ് അവർ ഡിസേർവ്ഡ് റിക്വയർമെൻറ്റ്സ്. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യയശീലം എന്ന് പറയുന്നത്. ത്രിഫ്റ്റ് ഹെൽപ്സ് ടു എൻഷ്യൂർ എക്കണോമിക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക സുരക്ഷിതത്വം നേടാനായിട്ട് നമുക്ക് എന്ത് സഹായിക്കുന്നു? ത്രിഫ്റ്റ് നമ്മെ സഹായിക്കുകയാണ്. ത്രിഫ്റ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് അവർ ലൈഫ്. ത്രിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ആക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് മിതവ്യയം. അതുപോലെ തന്നെ സാമ്പത്തിക സുരക്ഷിതത്വം നേടാനായിട്ട് മിതവ്യയശീലം നമ്മെ സഹായിക്കുമെന്നാണ്. അപ്പം നമുക്കെല്ലാവർക്കും മിതവ്യയശീലം ആവശ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ വേരിയേഷൻസ് ഇൻ ദ ഫാമിലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബ ബഡ്ജറ്റുകൾ വ്യത്യസ്തമാകുന്നതിൻ്റെ കാരണം. എന്നുവെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലെ ബഡ്ജറ്റ് ആയിരിക്കത്തില്ല നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ കുടുംബത്തിലെ ബഡ്ജറ്റ്. അങ്ങനെ വ്യത്യസ്തമാകുന്നതിൻ്റെ കാരണം എന്തെന്നാണ് ചോദിച്ചാക്കുന്നത്. എന്താണ്? ഫാമിലി ബഡ്ജറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേരിയേഷൻ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് ഈച്ച് ഫാമിലി. എന്താണ്? കുടുംബങ്ങളുടെ വരുമാനത്തിലും ചെലവിലും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലനുസരിച്ചിരിക്കും ആ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഓൾ ഫാമിലീസ് ആർ നോട്ട് ദ സെയിം. എല്ലായിടത്തും ഒരുപോലെയാണ്. എല്ലാ കുടുംബത്തിലും വരുമാനവും ചെലവും ഒരുപോലെയാണോ? അല്ല. സോ ദ ഫാമിലി ബഡ്ജറ്റ് ഓഫ് ഫാമിലീസ് വിൽ ബി ഡിഫറെൻറ്റ്. അതുകൊണ്ട് തന്നെ ഫാമിലി ബഡ്ജറ്റും വ്യത്യസ്തമാണ്. കുടുംബത്തിൻ്റെ വരുമാനവും ചെലവും ഒരുപോലെയല്ല എല്ലാ കുടുംബത്തിൻ്റെ. അതുകൊണ്ടാണ് ഓരോ കുടുംബത്തിലെ ബഡ്ജറ്റുകൾ വ്യത്യസ്തമാകുന്നു എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യത്തെയും പരീക്ഷയ്ക്ക് വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻസാണ്. എന്താണ്? ആസ് സ്റ്റുഡൻസ് സജസ്റ്റ് ഏരിയാസ് വെൻ യു ക്യാൻ പ്രാക്ടീസ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ എന്ന നിലയിൽ മിതവ്യയശീലം സാധ്യമാക്കാവുന്ന സന്ദർഭങ്ങൾ എഴുതാനാണ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താണ് അതിൻ്റെ ആൻസർ? അവോയ്ഡ് ലക്ഷറി ഗുഡ്സ്. എന്താണ്? ആഡംബര വസ്തുക്കൾ ഉപേക്ഷിക്കുക. പിന്നെ എന്താണ്? പ്രൊഡ്യൂസ് ഫുഡ് ഗ്രെയിൻസ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ദാറ്റ് ക്യാൻ ബി കൾട്ടിവേറ്റഡ് അറ്റ് ഹോം. ഫുഡ് ഗ്രെയിൻസും വെജിറ്റബിൾസ് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക.
ഡോണ്ട് വേസ്റ്റ് മണി ഫോർ അൺനെസസറി തിങ്സ്. അനാവശ്യ വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കാതിരിക്കുക. പിന്നെ എന്താണ്? ഡോണ്ട് വേസ്റ്റ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി. എന്താണ്? വെള്ളം, വൈദ്യുതി ഇവ പാഴാക്കാതെ ഉപയോഗിക്കണം. പിന്നെ എന്താണ്? യൂസ് ചീപ്പ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറഞ്ഞ ചെലവിലുള്ള ഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എന്താണ്? അവോയ്ഡ് ലക്ഷറി ഗുഡ്സ്. ആഡംബര വസ്തുക്കൾ ഉപേക്ഷിക്കണം. പിന്നെ എന്താണ്? പരമാവധി ഭക്ഷ്യവസ്തുക്കൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം. അനാവശ്യ വസ്തുക്കൾക്ക് പണം ചെലവഴിക്കാതിരിക്കണം. വെള്ളം, വൈദ്യുതി ഇവ പാഴാക്കാതെ പരമാവധി ഉപയോഗിക്കണം. ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം സ്വീകരിക്കാം. കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ച് സൈക്കിളിന് യാത്ര ചെയ്യാം, അതല്ലെങ്കിൽ ഒരു എല്ലാവർക്കും ഉള്ള ബസ് പോലെയുള്ള ഇതിൽ യാത്ര ചെയ്യാം. അതാണ് പറഞ്ഞത്, ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം സ്വീകരിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങളത് കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കണം. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യനാണ്. ഐഡൻറ്റിഫൈ ആൻഡ് സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്. എന്താണ്? സർക്കാർ ബഡ്ജറ്റിൻ്റെ പ്രധാന സവിശേഷതകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടീച്ചറെ ടിക്ക് ഇട്ടാക്കുന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അവിടെ കണ്ടോ? നിങ്ങൾ റെഡ് മഷിക്ക് ഞാൻ ടിക്ക് ഇട്ടാക്കണേ, അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി എന്താണ് അതിൻ്റെ ഏതാണ് കൊടുത്തിരിക്കുന്നത്? അറേഞ്ച് എക്സ്പെൻഡിച്ചർ ഇൻ അക്കോർഡൻസ് വിത്ത് റവന്യൂ. എന്താണ്? വരവിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കുന്നു. പ്രാക്ടീസ് ത്രിഫ്റ്റ്. സമ്പാദ്യശീലം പാലിക്കുന്നു. ഡിറ്റർമിനിങ് എക്സ്പെൻഡിച്ചർ ഇൻ അഡ്വാൻസ് ആൻഡ് ഫൈൻഡിങ് വേസ് ടു ജനറേറ്റ് ടു ഡിസേർവ്ഡ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെലവുകൾ മുൻകൂട്ടി തീരുമാനിച്ച് പ്രതീക്ഷിത വരുമാനം കണ്ടെത്തുന്നു. അതാണ് അതിൻ്റെ ആൻസർ. ഗവൺമെൻറ് ബഡ്ജറ്റ് എന്നതിൻ്റെ പ്രത്യേകതയാണ് അത് കൊടുത്തിരിക്കുന്നത്. ബാലൻസിങ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. എന്താണ്? വരുമാനവും ചെലവും തുല്യമാകുന്നു. അപ്പോൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഏതാണ് ആ കൊടുത്തിരിക്കുന്നതിൽ 3ാമത്തെ പോയിൻ്റാണ് അതിൻ്റെ ശരിയായ ആൻസർ. അപ്പോൾ നമ്മൾ ഈ പാഠത്തിലെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസറും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് 5ാമത്തെ യൂണിറ്റാണ്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ്, അതായത് ആകാശ വിസ്മയങ്ങളെക്കുറിച്ചുള്ള ഒരു പാഠമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഓക്കെ, ബൈ ബൈ.